പ്രാദേശിക നിലപാടിൽ നിന്നും സമസ്ത മാറണമെന്ന ഹക്കീം ഫൈസിയുടെ പരാമർശത്തിനെതിരെ ജിഫ്രി തങ്ങൾ വഴിയിൽ നിന്നും കയറിയവർ പറയുന്നത് പോലെ പോകേണ്ടതല്ല സമസ്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. സമസ്ത പ്രവാചകൻ കാണിച്ചു തന്ന വഴിയിലൂടെ മാത്രമേ പോവുകയുള്ളൂ എന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. വാക്കുകളിൽ സംഘടന നമ്മളാണ് അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ആരെങ്കിലും വയ്യെന്ന് കയറിയ ആളുകൾ അങ്ങോട്ട് വിടണം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ വിടൂല. നമ്മൾ കൊണ്ടുപോകുന്ന ഒരു റൂട്ടുണ്ട്. ആ റൂട്ടാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്ന ആ റൂട്ടിൽ കൂടി മാത്രമേ ഇതിനെ കൊണ്ടുപോകൂ. നമ്മുടെ സംഘടന നമ്മളാണ് അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. കോഴിക്കോട് നിന്ന് ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, ഈ CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസിക്കെതിരെ ജിഫ്രി തങ്ങൾ പോർമുഖം തുറക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുൻപ് ഈ സമസ്തയിൽ ഒരു ശുദ്ധീകരണം വേണമെന്നുള്ള ഹക്കീം ഫൈസിയുടെ ആരോപണത്തിന് ഇവിടെ വേറെ ജോലിക്കാരുണ്ട്, മറ്റാരുടെയും അഭിപ്രായമൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ള ജിഫ്രി തങ്ങളുടെ പരാമർശം വന്നിട്ട് അധിക നാളുകളായിട്ടില്ല. ഈ പുതിയ വിവാദം എന്താണ്? ജിഫ്രി തങ്ങളുടെ മറുപടി എങ്ങനെയാണ്? സേതുലക്ഷ്മി, ഈ ഹക്കീം ഫൈസി, അതായത് CIC കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിൻ്റെ ജനറൽ സെക്രട്ടറിയുള്ള ഹക്കീം ഫൈസി ആദർശേരിക്കുള്ള വിമർശനം തുടരുകയാണ് സമസ്ത, പ്രത്യേകിച്ച് അവിടെ അധ്യക്ഷൻ എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ മാസമാണ് അദ്ദേഹത്തെ വീണ്ടും CICയുടെ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുത്തത്. അതിന് പിന്നാലെ നടന്ന പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം യാഥാസ്ഥിക നിലപാടുകൾ സമസ്ത മാറ്റണമെന്നൊരു കാര്യം പറഞ്ഞത്. അതിനുള്ള മറുപടിയായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞത്, വഴിയിൽ നിന്ന് കയറിയവർ പറയുന്നത് പോലെ മുന്നോട്ട് പോകേണ്ടതല്ല സമസ്ത, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് പറഞ്ഞാൽ തങ്ങൾ അങ്ങനെ ചെയ്യില്ല. പകരം സമസ്തക്ക് കാര്യമുള്ളത് നബിയുടെ പാരമ്പര്യമാണ്, നബി കാണിച്ചെന്ന വഴിയിലൂടെ തങ്ങൾ പോകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സമസ്ത അധ്യക്ഷൻ പറയുന്നത്. അതായത് ഈ വിഷയത്തിൽ CICയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹക്കീം ഫൈസി ആദർശേരിയെ കൂടുതൽ ടാർഗറ്റ് ചെയ്യുകയാണ് സമസ്ത എന്ന ഈ വിഷയത്തിൽ പറയേണ്ടി വരും. കാരണം നേരത്തെയും CICയെ എന്ന നിലയിൽ വിമർശിക്കാൻ ഈ സമസ്ത തയ്യാറല്ല. പക്ഷേ അതേസമയം ഹക്കീം ഫൈസി ആദർശേരിയെതിരെ വ്യക്തിപരമായ വിമർശനം അടക്കമാണ് ഈ സമസ്ത നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ പശ്ചാത്തലമുള്ള ആളാണെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ള പല വിമർശനങ്ങളും ഈ സമസ്തയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് സമസ്ത അധ്യക്ഷൻ തന്നെ ഈ ഒരു വിമർശനം തുടരുന്നതെന്ന് പറയേണ്ടി വരും. നമുക്കറിയുന്ന പോലെ 9ഓളം ആവശ്യങ്ങൾ ഈ CICയിൽ നടപ്പാക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ 7 ആവശ്യങ്ങൾ മാത്രമാണ് ഈ CIC നടപ്പാക്കിയിട്ടുള്ളത്. ഈ പെൺകുട്ടികളുടെ ഈ കോഴ്സ് കഴിഞ്ഞവരെയുള്ള വിവാഹവും അതുപോലെ തന്നെ സെനറ്റിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനം അടക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. ഈ വിഷയങ്ങൾ ഇപ്പോഴും പരിഹാരമായിട്ടില്ല. അതിനാൽ തന്നെ ഈ സമസ്തയുമായുള്ള എല്ലാ ബന്ധവും CICയുമായുള്ള എല്ലാ ബന്ധവും സമസ്ത ഉപേക്ഷിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ CICയുമായി ചർച്ച തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം ഈ സമസ്ത നേതാക്കൾ അറിയിച്ചത്. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസിയുടെ പരാമർശത്തിൽ വീണ്ടും നിലപാട് കടുപ്പിക്കുന്നു സംസ്ഥ, വീണ്ടും നിലപാട് കടുപ്പിക്കുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ്.